ആന്ധ്രയിൽ വന്ന ശേഷം ഞങ്ങൾ ഫസ്റ്റായിട്ട് കറങ്ങാൻ പോകുന്നത് തിരുപ്പതി എക്സിബിഷൻ കാണാനാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള ആന്ധ്രക്കാർ പറഞ്ഞതാണ് തിരുപ്പതി എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്, ഏപ്രിൽ 12 തൊട്ടിട്ട് പോയി നോക്കൂന്ന്. ലൊക്കേഷനൊക്കെ അവർ അയച്ചു തന്നു കേട്ടോ. സംഭവം കൊള്ളാട്ടോ, നല്ല രസമായിട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കായിട്ട് ആണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. എല്ലാ വക സാധനങ്ങളും ഉണ്ട് കേട്ടോ, യന്ത്രൂഞ്ഞാലും കളിക്കണതും എല്ലാം ഉണ്ട്. പാസ് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ട, ബേബിക്കൊക്കെ വേണം കേട്ടോ. അതാ ഇതിൽ ഞങ്ങൾ ആകെ 2-3 റൈഡിൽ കയറിയില്ലൂ കേട്ടോ, കാരണം പേടിയാണ് എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ വലിയ വലിയ റൈഡിലൊക്കെ കയറാൻ. പിന്നെ ഇതാ അകത്താണെങ്കിൽ അണ്ടർ വാട്ടറിൽ ഇതാ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ നിന്ന് മത്സ്യകന്യകനും അതുപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അവർ ശ്വാസം പിടിക്കാൻ ഇതാ മത്സ്യകന്യകനാണ് കേട്ടോ. ബേബിക്കും വേദുവിനും ഉമ്മയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ കൗതുകം തന്നെയാണല്ലോ. ഇതാ ഈ മത്സ്യകന്യക വന്നിട്ട് ബേബിക്ക് ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഓരോരുത്തർ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ കണ്ട് നല്ല അടിപൊളി മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈവായിട്ടുള്ള ഫിഷിനൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഇതാ വേദുവിന് ഈ കാർ ഓടിക്കണം എന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ റിമോട്ട് കൺട്രോളിലുള്ള കാറാണ്, അതിന് 100 രൂപയാണ് കേട്ടോ. അത് അടിപൊളിയായിട്ട് അവൻ്റെ ഡാഡി അടിപൊളിയായിട്ട് അവൻ അത് ഓടിച്ചു കേട്ടോ. നല്ല രസമുണ്ട് അവൻ്റെ ആ സ്റ്റൈലൊക്കെ കണ്ട് അവൻ ഓടിക്കാമെന്ന് തന്നെ തോന്നി. ഇതിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്, ഞാനും ബേബിയും കൂടിയിട്ടാണ് ഇതിൽ കയറിയത്. ഇതായി കറങ്ങുന്നതിൽ ഞാനിട്ട് കേട്ടോ, അവളും ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം കുഴപ്പമൊന്നും തോന്നിയില്ല, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഇതായിരുന്നു. പക്ഷെ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള